നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടസ്റ്റൻറ്റിനെ എല്ലാവരും തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ടീം എ എന്നും ടീം ബി എന്നത് അതിൽ ടീം ബിയിലെ ആൾക്കാരായിരുന്നു അവിടെ പോയി നിൽക്കണമായിരുന്നു. അതായത് കുറേ മൃഗങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെ ഇവരോരോരുത്തരും അവരുടേതാണെന്ന് പറഞ്ഞ് ചൂസ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിൽക്കണം. എന്നിട്ട് ടീം എക്കാർ അതാരാണ് എന്ന് പറയണം. ഇപ്പോൾ കഴുതയാണെങ്കിൽ കഴുതയ്ക്കുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്, അങ്ങനെ അത് പറയണമായിരുന്നു. പിന്നെ അതായത് ഇപ്പോൾ ടീം ബിയിലുള്ള ആൾക്കാരാണ് അവിടെ പോയി നിൽക്കുന്നത്. ടീം എയിലുള്ള ആൾക്കാർ വേണം ഇത് പറയാൻ ആരാണ്, ഏത് മൃഗമാണെന്ന് പറയേണ്ടത്, ഏത് മൃഗത്തിൻ്റെ സ്ഥാനത്ത് ആരാണെന്ന് പറയേണ്ടത്. അതിൻ്റെ എക്സ്പ്ലനേഷനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അനീഷ് ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു, അഭിലാഷ് ഉണ്ടായിരുന്നു, റെനെ ഉണ്ടായിരുന്നു, നെവിൻ ഉണ്ടായിരുന്നു, മറ്റേ ഒനീലുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു കലാഭവൻ സരിക ഉണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു, അനു ഉണ്ടായിരുന്നു, അങ്ങനെ അക്ബറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ പറയണമായിരുന്നു. ഇതിൽ 4 മാർക്കാണ് ഇവർ ടീം എക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ കളിക്ക് 2 മാർക്കേ ടീം ബിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം നേരത്തെ ഇതുപോലൊരു ഗെയിം ഉണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ ആനയായിട്ട് വന്നത് അഭിലാഷായിരുന്നു. ആനയായിട്ട് വന്നത് അനീഷായിരുന്നു. പൂച്ചയായിട്ട് വന്നത് റെനയായിരുന്നു. പക്ഷേ ആന എന്നവർ പറഞ്ഞത് വേറെ ആരായിരുന്നു, അഭിലാഷിനെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ രേണു പറഞ്ഞായിരുന്നു ആന അനീഷായിരിക്കുമെന്ന് രേണു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞില്ല. അനീഷിനെ കഴുതയായിട്ടാണ് അവർ ഉപമിച്ചത്. എനിവേസ് ആന എന്ന് പറയുന്നത് അനീഷായിരുന്നു. അരണ എന്ന് പറയുന്നത് അഭിലാഷായിരുന്നു. പിന്നെ കഴുതപ്പുലി ആദിലയായിരുന്നു, അത് ശരിയായിരുന്നു. പൂച്ച എന്ന് പറയുന്നത് റെനയായിരുന്നു, അതും ശരിയായിരുന്നു. കഴുത അനീഷ് തെറ്റായിരുന്നു. കൊതുകെന്ന് പറയുന്നത് അനു ആയിരുന്നു. സിംഹം എന്ന് പറയുന്നത് ആര്യനായിരുന്നു. കഴുകൻ എന്ന് പറയുന്നത് അക്ബർ ആയിരുന്നു. പിന്നെ മങ്കി എന്ന് പറയുന്നത് നെവിനായിരുന്നു. അരണ എന്ന് പറയുന്നത് ശാരിക എന്നായിരുന്നു പറഞ്ഞത്, അതും തെറ്റായിപ്പോയി. എനിവേസ് അവർ പറഞ്ഞതിൽ നിന്ന് 4 മാർക്കാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ടീം എയും ടീം ബിയും തമ്മിലുള്ള ടാസ്കിൽ ടീം എ ആണ് വിജയിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ പണിപ്പുരയിലേക്ക് കടക്കാൻ അവർക്കായിരുന്നു അവസരം വന്നിരുന്നത്. അതിൽ നിന്നും പണിപ്പുരയിലേക്ക് അവർ വരുന്നത് ബിന്നി സെബാസ്റ്റ്യനെയാണ് അവർ പണിപ്പുരയിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ആ ടാസ്ക് അവിടെ തീരുകയാണ്. പൊതുവേ എല്ലാ ടാസ്കുകളും ഒരു അടിപിടി പോലെ ആണെങ്കിൽ ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര ഒരു കോമഡിയൊക്കെ ആയിരുന്നു. നല്ല ഒരു ടാസ്ക് ആയിരുന്നു എന്ന് പറയാം. ആദ്യം കുറച്ച് ബഹളം ഉണ്ടായിരുന്നെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ ബഹളത്തിൽ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഓൾറെഡി അത് മാറി അവർ കാമം കോയറ്റായിട്ട് തന്നെ ഗെയിം കളിക്കുകയും ചെയ്തിരുന്നു. എനിവേസ് നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. അനീഷാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുമായിട്ടും നല്ല മിംഗ്ലിംഗ് ഒക്കെ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ടാസ്കെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്ത സമയത്ത് അനീഷ് മുള്ളൻ പന്നിയിൽ നിന്നും ആനയിലേക്കുള്ള മാറ്റത്തിന് ബിന്നി അവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് അനീഷിനെ ഉണ്ടായിരുന്നത്. പിന്നെ അത്രയൊക്കെ ഉള്ളായിരുന്നു ആ ടാസ്കിൽ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലായിരുന്നു. എനിവേസ് നല്ലൊരു ടാസ്ക്കായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന പോലെയൊക്കെയുള്ളൊരു ടാസ്ക് പോലെയൊക്കെ ആയിരുന്നു. എനിവേസ് നല്ല സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു ഫോർ